ആര്യഭട്ട ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണത്തിലേക്ക് എടുത്ത ആദ്യ കാൽവെപ്പാണ്. ഇത് ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹമാണ്. 1975 ഏപ്രിൽ 19 വിക്ഷേപിക്കപ്പെട്ടത്. ഉപഗ്രഹം പുരാതന ഗണിതജ്ഞനും ജ്യോതിശാസ്ത്രജ്ഞനുമായ ആര്യഭട്ടന്റെ പേരിലാണ് നാമകരണം ചെയ്തത്. ഈ പേര് ഭാരതത്തിന്റെ ശാസ്ത്രപരമ്പരയ്ക്ക് ആദരമായിരുന്നു. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയായ ഇസ്രോ ഉപഗ്രഹത്തിന്റെ രൂപകൽപ്പനയും നിർമ്മാണവും നടത്തി. ബംഗളൂരുവിലാണിത് നിർമ്മിച്ചത്. ആര്യഭട്ട ചതുരാകൃതിയിലുള്ള ഉപഗ്രഹമായിരുന്നു. ഏകദേശം 360 കിലോഗ്രാം ഭാരമുള്ളത്. സൗരശക്തിയിലായിരുന്നു അതിന്റെ പ്രവർത്തനം. ഇത് സോവിയറ്റ് യൂണിയനിലെ ബൈഗോണൂർ കോസ്മോഡ്രോമിൽ നിന്നാണ് വിക്ഷേപിച്ചത്. വിക്ഷേപണത്തിനായി സോവിയറ്റ് യൂണിയൻ സഹായം നൽകിയിരുന്നു. ആര്യഭട്ടയെ വിക്ഷേപിക്കാനായി ഇന്ത്യയും സോവിയറ്റ് യൂണിയനും തമ്മിൽ സാങ്കേതിക സഹകരണം നടത്തി. ഇത് ഇന്ത്യയുടെ ബഹിരാകാശ രംഗത്തെ ആദ്യ അന്താരാഷ്ട്ര പങ്കാളിത്തമായിരുന്നു. ഉപഗ്രഹം ജ്യോതിശാസ്ത്രപരമായ പഠനങ്ങൾക്കായും റേഡിയോ, എക്സ്റേ കിരണങ്ങളുടെ വിശകലനത്തിനും ഉപയോഗിക്കാനായിരുന്നു ഉദ്ദേശിച്ചത്. ആര്യഭട്ട ഭൂമിയെ ഏകദേശം 96 മിനിറ്റിൽ ഒരിക്കൽ ചുറ്റി സഞ്ചരിച്ചിരുന്നത്. ഇതിലൂടെ വലിയ തോതിലുള്ള ശാസ്ത്ര ഡാറ്റ ശേഖരിക്കപ്പെട്ടിരുന്നു. ഉപഗ്രഹം സൗര പാനലുകളിലൂടെ വൈദ്യുതശക്തി സംഭരിച്ച് പ്രവർത്തിച്ചിരുന്നത്. ഇത് സോയുടെ ആദ്യത്തെ സോളാർ പവർഡ് ഉപഗ്രഹമായിരുന്നു. ആര്യഭട്ടയുടെ പ്രധാന സാങ്കേതിക സംവിധാനങ്ങളിൽ ചിലതിൽ തടസ്സം വന്നതോടെ അതിന്റെ പ്രവർത്തനം 10 ദിവസത്തോളം മാത്രമേ നീണ്ടുനിന്നുള്ളൂ. പാലിച്ച ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഉപഗ്രഹം ശാസ്ത്രീയമായി പലതരം വിവരങ്ങൾ ശേഖരിച്ചു. ഇത് ഭാവിയിലെ ഗവേഷണങ്ങൾക്ക് വഴിയൊരുക്കി. ആര്യഭട്ടയുടെ വിജയത്തോടെ ഇസ്രോയ്ക്കും രാജ്യത്തിനും ആത്മവിശ്വാസം ഉയർന്നു. ഇന്ത്യക്ക് സ്വന്തമായി ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാനും പരീക്ഷിക്കാനുമുള്ള കഴിവ് തെളിഞ്ഞു. ഇത് ഇന്ത്യൻ ശാസ്ത്രജ്ഞരുടെ കഴിവിനും കഠിനാധ്വാനത്തിനും പ്രതീകമായി മാറി. വിദേശ സഹായം കൈപ്പറ്റിയിരുന്നെങ്കിലും ഭൂരിഭാഗം പ്രവർത്തനങ്ങളും ഇന്ത്യയിൽ തന്നെയായിരുന്നു. ആര്യഭട്ട പോലുള്ള ഉപഗ്രഹങ്ങൾ ഇന്ത്യൻ വിദ്യാർത്ഥികളിൽ ശാസ്ത്രത്തോടുള്ള താൽപര്യം വർദ്ധിപ്പിക്കാൻ കാരണമായി. സ്കൂൾ പാഠപദ്ധതികളിലുമുണ്ടായിരുന്നു അതിന്റെ പ്രതിഫലനമുണ്ടാക്കി. ആര്യഭട്ടയുടെ വിജയത്തോടെ ഇന്ത്യ ഭാവിയിലെ നിരവധി ബഹിരാകാശ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. ഭാസ്കര, ഇൻസാറ്റ്, ചന്ദ്രയാൻ തുടങ്ങി പലതിലും ഇത് മാതൃകയായി. ഇന്ന് പല ശാസ്ത്ര മ്യൂസിയങ്ങളിലും ആര്യഭട്ടയുടെ മോഡലുകൾ കാണാൻ കഴിയും. ഇതിലൂടെ പൊതുജനങ്ങൾക്കും അതിന്റെ ചരിത്രം അറിയാൻ അവസരം ലഭിക്കുന്നു. ആര്യഭട്ടയിലൂടെ ഇന്ത്യ ആഗോളതലത്തിൽ ബഹിരാകാശ ഗവേഷണത്തിനുള്ള ഒരു വിശ്വസനീയത നേടിയിരുന്നു. മറ്റ് രാഷ്ട്രങ്ങളുമായി സഹകരിക്കാനുള്ള സാധ്യതകളും വ്യാപകമായി വന്നു. ആര്യഭട്ട ഇന്ത്യയിൽ സാങ്കേതികവിദ്യയുടെ വളർച്ചയ്ക്ക് പ്രചോദനമായി. പിന്നീട് ഇന്ത്യക്ക് സ്വന്തം വിക്ഷേപണ ശേഷിയും വിക്ഷേപണ കേന്ദ്രങ്ങളും കൈവരിക്കാനായിരിക്കുന്നു. ഇത് സ്വതന്ത്ര ഇന്ത്യയുടെ ശാസ്ത്രീയ സ്വപ്നങ്ങൾക്ക് തുടക്കമായി. ഡബിൾ കോട്ട്. ആര്യഭട്ട പദ്ധതിക്ക് വേണ്ടിയുണ്ടായ ചെലവ് വളരെ കുറവായിരുന്നു. അത് ഇന്ത്യയുടെ ചെറുദൈർഘ്യ ബജറ്റിൽ നിർമ്മാണവും വിജയവുമുണ്ടാക്കാനുള്ള കഴിവ് തെളിയിച്ചു. ആര്യഭട്ടയുടെ വിജയത്തെക്കുറിച്ച് ദേശീയ അന്താരാഷ്ട്ര ശാസ്ത്ര സമ്മേളനങ്ങളിൽ വ്യാപകമായി ചർച്ച ചെയ്തു. ഇത് ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്ക് വലിയ പ്രചോദനമായി. നിരവധി പേർ ബഹിരാകാശ മേഖലയിലേക്ക് തിരിഞ്ഞു. പിന്നീട് വികസിപ്പിച്ച ഭാസ്കര, ആപ്പിൾ, ഇൻസാറ്റ് തുടങ്ങിയ ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാനുള്ള ശാസ്ത്രീയ അടിസ്ഥാനമായി ആര്യഭട്ട സേവിച്ചു. പ്രൊഫസർ ഒരുരാജ്യ രാമൻ, സതീഷ് ധവാൻ, APJ അബ്ദുൽ കലാം തുടങ്ങിയവർ ഇതിന്റെ ഉപരിപരമായ മാർഗനിർദ്ദേശങ്ങൾ നൽകി. ആര്യഭട്ടയുമായി ബന്ധപ്പെട്ട ഗവേഷണ വിവരങ്ങൾ നിരവധി ശാസ്ത്രീയ ജേണലുകളിലും പ്രസിദ്ധീകരിക്കപ്പെട്ടു. ആര്യഭട്ടയിലൂടെ ബഹിരാകാശ വിദ്യാഭ്യാസം വളർന്നു. കോളേജുകളും സർവകലാശാലകളും പുതിയ കോഴ്സുകൾ ആരംഭിച്ചു. ചില ശാസ്ത്രപ്രേമികൾ ആര്യഭട്ടയെ ആസ്പദമാക്കി കവിതകളും ഗാനങ്ങളും രചിച്ചു. ശാസ്ത്രം ജനകീയമാകുന്നത് ഇത് തെളിയിക്കുന്നു. ദൂരദർശൻ ഉൾപ്പെടെ വിവിധ മാധ്യമങ്ങൾ ആര്യഭട്ടയെക്കുറിച്ചുള്ള ഡോക്യുമെന്ററികൾ സംപ്രേഷണം ചെയ്തു. ഉപഗ്രഹം ആദ്യമായി ഭിന്നമതിപ്പില്ലാതെ ശാസ്ത്രം പൊതുജനങ്ങൾക്കിടയിൽ എത്താനിടയാക്കി. ആര്യഭട്ട സൗര ഊർജ്ജത്തിൽ പ്രവർത്തിച്ച ആദ്യ ഉപഗ്രഹങ്ങളിലൊന്നായിരുന്നതിനാൽ സൗരോർജ്ജ മേഖലയിലും മാറ്റമുണ്ടാക്കി. ആര്യഭട്ടയുടെ മോഡൽ ഇന്നും സോയും മറ്റ് ശാസ്ത്ര കേന്ദ്രങ്ങളും പ്രദർശിപ്പിക്കുന്നു. ഇന്ത്യയിലെ വിവിധ ശാസ്ത്ര മ്യൂസിയങ്ങളിൽ ആര്യഭട്ടയുടെ മോഡലുകൾ ഇന്ന് പ്രദർശിപ്പിച്ചിരിക്കുന്നു. ആര്യഭട്ടയിലൂടെ പുതിയ ഉപഗ്രഹ ടെക്നോളജികൾ പരീക്ഷിക്കാനും ഡാറ്റ ശേഖരിക്കാനും ഇന്ത്യക്ക് അവസരം ലഭിച്ചു. ആര്യഭട്ടയുടെ പാക്കറ്റുകൾ അനലൈസ് ചെയ്യാൻ ആവശ്യമായ സോഫ്റ്റ്വെയറുകൾ ഇസ്രോ ആദ്യമായി വികസിപ്പിച്ചു. ആര്യഭട്ടയിലൂടെ നാസ, ഇസ്രോ, റഷ്യൻ ഏജൻസികൾക്കൊപ്പം സഹകരിക്കാനുള്ള പാതയുണ്ടായി. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം എന്ന നിലയിൽ ആൾക്കൂട്ടത്തിനു പുതിയ ആത്മവിശ്വാസം നൽകി. ആര്യഭട്ട നിമിത്തമായി ഇന്ത്യ റോക്കറ്റ് സാങ്കേതികവിദ്യ പഠിക്കാൻ തുടങ്ങിയത് ഭാവിയിൽ PSLV, GSLV വിജയങ്ങളിലേക്ക് നയിച്ചു. ഇത് ഇസ്രോയെ ഒരു ആത്മവിശ്വാസമുള്ള ഗവേഷണ സ്ഥാപനമായി ലോകം പരിഗണിക്കാൻ തുടങ്ങാൻ കാരണമായി. ആര്യഭട്ട ആശയങ്ങൾ പ്രകാരം ഭാവിയിലെ ഉപഗ്രഹങ്ങൾ പരിസ്ഥിതി ഭേദഗതികൾ പഠിക്കാനുള്ള ലക്ഷ്യത്തോടെ വികസിപ്പിച്ചു. ഉപഗ്രഹം നിർമ്മാണം, ടെലിമെട്രി, ഡാറ്റ കംപ്രഷൻ തുടങ്ങി വിവിധ ശാസ്ത്രീയ മേഖലകൾ ഇന്ത്യയിൽ വളർന്നു. ആര്യഭട്ട സംബന്ധിച്ച പ്രോജക്ടുകൾക്ക് നിരവധി ദേശീയ ശാസ്ത്ര ബഹുമതികൾ ലഭിച്ചു. ബാലവേദികളിൽ ബഹിരാകാശം മുഖ്യവിഷയമായി മാറി. കുട്ടികൾക്ക് ശാസ്ത്രസ്നേഹം വളരാൻ കാരണമായി. ആര്യഭട്ടയെക്കുറിച്ച് NCERT പാഠപുസ്തകങ്ങളിലും സംസ്ഥാന ബോർഡ് പുസ്തകങ്ങളിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ ജ്യോതിശാസ്ത്രരേഖകളെ ആധുനിക ബഹിരാകാശത്തിൽ ഉൾക്കൊള്ളിക്കാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കം. ആര്യഭട്ടയിൽ സ്ത്രീ ശാസ്ത്രജ്ഞരുടെ പങ്ക് ഉദാഹരണമായി പ്രമേയപ്പെടുത്തി. ആര്യഭട്ട ഇന്ത്യയുടെ ശാസ്ത്രീയ പൈതൃകത്തിന്റെ പുനരുദ്ധാനത്തിനും അഭിമാനത്തിനും ചിഹ്നമായി മാറി. ഈ ഉപഗ്രഹം ഇന്ത്യയുടെ ബഹിരാകാശ സാധ്യതകൾക്കുള്ള വാതിൽ തുറന്നു. ആശയങ്ങൾ, പരിതസ്ഥിതികൾ മാറ്റിവെച്ച് വലിയ ദൗത്യങ്ങളിലേക്ക് പടിവെപ്പായി.